അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷുഗർ വാക്സ്. ഇതാണ് നമ്മുടെ ശരിക്കും ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതിൽ ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുത്താലാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. കണ്ടോ, ഇത് ഒറ്റ യൂസിൽ തന്നെ വന്ന റിസൾട്ടാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കളയാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഫേസിലും അതേപോലെ നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ള ഹെയർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ കളയാന്നുള്ളത്. നമ്മൾ പുറത്ത് പാർലറിലൊക്കെ ഈ ഹെയർ റിമൂവലിനൊക്കെ ഭയങ്കര കാശാണ് അറിയാം. നല്ല 100-200-300 രൂപയൊക്കെ വരുമെന്ന് തോന്നുന്നു ഒരു സിറ്റിങ്ങിന്. അപ്പോൾ നമുക്ക് 10 പൈസ ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഷുഗർ വാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ വാക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ടും തന്നെ. നല്ല അടിപൊളി റിസൾട്ടും ആണ്. പിന്നെ ഒരുപാട് പെയിനും ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഷുഗർ വാക്സ്. എന്നിട്ട് നമ്മുടെ കയ്യിലെ കാലിലെ രോമമൊക്കെ കളയാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വന്നിട്ടുള്ള വീഡിയോ ആണിത്. ഞാൻ എൻ്റെ മൂക്കിൽ കുറേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ്സിനേക്കാൾ കൂടുതൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു. അത് നല്ലോണം മാറിയിട്ടുണ്ട്. പിന്നെ കാലിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. കാലിലും അത്യാവശ്യം രോമം ഉണ്ടായിരുന്നു ഗൈസ്. അതും നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഷുഗർ വാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഷുഗർ വാക്സ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു 4 ടീസ്പൂൺ വരെ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കയ്യിലും കാലിലും മൊത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. ഒരു അരമുറി നാരങ്ങ മതിയാവും കേട്ടോ നമുക്ക്. പക്ഷെ ഞാൻ എടുത്ത നാരങ്ങയിൽ അധികം നീരുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ മൊത്തത്തിൽ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കുരു ഇടാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഞാൻ പിഴിഞ്ഞൊഴിക്കാൻ നേരത്ത് കുരു വരുന്നുണ്ട്, ഞാനതെടുത്ത് കളയുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കുരുവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുരു എടുത്ത് നീക്കം ചെയ്തേക്കാം. പിന്നെ ഈ ടൈമിൽ നമുക്ക് തേൻ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് കേട്ടോ. തേൻ നല്ലതാണ്, ഡ്രൈനെസ് ഒക്കെ മാറ്റാനും പിന്നെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ തേൻ നല്ലതാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വെള്ളം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്സിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാരയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ്സിൽ കൂടുതലും ആവരുത്, 1/2 ഗ്ലാസ്സിൽ കുറഞ്ഞും പോരുത് കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് തിളപ്പിക്കാൻ വെക്കാൻ. തിളപ്പിക്കുമ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ പാകം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിള വരുന്ന സമയം വരെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. തിള വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തിള വന്നു കഴിയുമ്പോൾ ആക്കണമെന്ന് പറയുന്നത്. ഇതേ കണ്ടില്ലേ, ഇപ്പം നല്ലോണം തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഷുഗർ വാക്സിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് നിറച്ചും ബബിൾസ് മാത്രമായിരിക്കണം നമ്മുടെ പാത്രത്തിൽ ഉണ്ടാവേണ്ടത്. അത്യാവശ്യം നല്ലോണം ബബിൾസൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിക്കി പരുവത്തിലായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പാത്രത്തിൽ ബബിൾസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, എന്നാലാണ് അത് കറക്റ്റ് പാകമാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ആ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. ഈ ചില്ല് പ്ലേറ്റിലേക്കൊന്നും മാറ്റരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി കേട്ടോ. ഇത് ഇനി കട്ടയായി ഒന്ന് കുറച്ച് ഇപ്പം തന്നെ നമ്മൾ മേത്തിടാൻ പറ്റൂലല്ലോ, ഒന്ന് ചൂടൊക്കെ ആറണമല്ലോ. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി സ്റ്റിക്കി ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പരുവത്തിൽ ആവുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയിൽ ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആറി കഴിയുമ്പോൾ പിന്നെയും കട്ടിയാവും. അപ്പോൾ നമ്മുടെ മേത്ത് ഇരിക്കത്തില്ല, ഒട്ടിയിരിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറണ വരെ നല്ലോണം ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ കട്ടിയായി പോകും. കണ്ടോ, ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരാട്ടോ, വാക്സ് വരുന്നത് കണ്ടോ. ഈ സ്പൂണിൽ നിന്ന് പോവാൻ പാടില്ല. ഇതാണ് ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കാൻ നേരത്ത് ഇതേപോലെ കയ്യിലൊന്ന് എടുത്തിട്ട് ഈ വിരലിൽ ഇങ്ങനെ ഒട്ടിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ് കേട്ടോ.
അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലേ. അപ്പോൾ ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സംഭവം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ടാൽക്കൻ പൗഡർ കാലിലൊന്ന് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ, വാക്സ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കരുത്, ഡേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്, നനഞ്ഞും ഇരിക്കരുത്, നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ടാൽക്കൻ പൗഡർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ച് കളയാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ എൻ്റെ രോമം അത്യാവശ്യം ഉണ്ട് കാലിൽ. അപ്പോൾ ആ ഹെയർ വളരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞാനിവിടെ താഴേന്ന് മേളിലേക്കാണ് വാക്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു കോട്ടൺ തുണി ഒട്ടിച്ച് കൊടുത്തിട്ട് സ്പീഡിൽ ഒറ്റയടിക്ക് വലിക്കുക. നമ്മൾ പതിയെ വലിക്കരുത്, ഒറ്റയടിക്ക് വലിച്ചാലാണ് നമ്മുടെ ഹെയർ നല്ലോണം പറഞ്ഞു പോരുള്ളൂ കേട്ടോ. ഞാനെൻ്റെ കാലിലിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിലാണ് രോമം ഉള്ളത്, എൻ്റെ മുഖത്തൊന്നും അധികം രോമമില്ല. എന്നാലാണല്ലോ റിസൾട്ട് മനസ്സിലാവുള്ളൂ, എന്തോരം രോമം പോകണുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാലിലിട്ട് കാണിക്കണത് കേട്ടോ. ഇപ്പോൾ ഫേസിലൊക്കെ ഇടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഫേസിലിട്ടിട്ട് വലിച്ച് കളഞ്ഞാൽ മതി. ഞാൻ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കളയണത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ മുഖത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേ നല്ലോണം റിസൾട്ട് കിട്ടും കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അടിപൊളിയായിട്ട് രോമമൊക്കെ പറഞ്ഞു പോരും കേട്ടോ. പിന്നെ അത്രയ്ക്ക് വേദനയും കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു വേദനയേ ഉള്ളൂ കേട്ടോ, സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ, വലിയ വേദനയൊന്നുമില്ല കേട്ടോ. കണ്ടോ, നല്ലോണം രോമം പോകും കേട്ടോ. ഇനി ഞാൻ കയ്യിലും കൂടി ഇട്ട് കാണിച്ചു തരാവേ. നമ്മൾ കയ്യിലും ഇതേപോലെ തന്നെ നമ്മൾ കാലിലിട്ട് അതേ പ്രോസസ്സ് തന്നെയാണ് കയ്യിലും ഉള്ളത്. ഇതേപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ വലിച്ച് കളഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ അധികം രോമമില്ല, അതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല. ഒരു ചെറിയ നൈസായിട്ടുള്ള രോമമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അധികം കാണാത്തത്. നല്ല രോമമുള്ളവരുടെ ആണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും. കണ്ടില്ല, ക്യാമറയിൽ അധികം കാണുന്നില്ല, പക്ഷെ അതിൽ ചെറിയ നൈസായിട്ടുള്ള രോമം ആയതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. ഇതിൽ ഓൾറെഡി ഉണ്ട്, ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകുന്ന നോക്കാം. ഞാൻ മുഖത്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഹെയർ അങ്ങനെ അധികം വന്നിട്ടില്ല, ഈസ്റ്ററും കൊണ്ട് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് മുഖത്ത് ഞാൻ ചെയ്യണില്ല. പിന്നെ ഞാൻ മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് നല്ലോണം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും. അപ്പോൾ മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സ് പോകുമെന്ന് നോക്കാം കേട്ടോ. ആദ്യം നേരത്തെ പോലെ തന്നെ ടാൽക്കം പൗഡർ എടുത്ത് മൂക്കിൽ കുറച്ച് നോക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കയ്യിലും കാലിലും ചെയ്ത പോലെ തന്നെയാണ് മൂക്കിലും ചെയ്യേണ്ടത്. മൂക്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നല്ലോണം വലിച്ചെടുത്താൽ മതി. അതേപോലെ തന്നെ അപ്പർ ലിപ്സിൽ രോമം കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അപ്പർ ലിപ്സിലെ രോമം കളയാനും ഇത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അപ്പർ ലിപ്സിൽ രോമമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. ഇതേപോലെ തന്നെ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ചുണ്ടിൻ്റെ പൊക്കത്ത് ഇട്ട് കൊടുക്കുക ഈ സംഭവം. എന്നിട്ട് ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ആ തുണി ഒട്ടിച്ചു കൊടുത്തിട്ട് വലിച്ചെടുത്താൽ മതി. ഒരു വേദന ഉണ്ടാവില്ല കേട്ടോ, ഒരു ചെറിയൊരു വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യോ, പെയിനെടുക്കും എന്തോ. ബ്ലാക്ക് ഹെഡ്സ് നല്ലോണം മാറിപ്പോണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് സൂം ചെയ്താക്കിയമ്മ. വൈറ്റ് ഹെഡ്സ് നല്ലോണം പോകും. നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ പരട്ടണം കേട്ടോ, വെറുതെ വിടരുത്. ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അലർജി ഉണ്ടാവും, അതായത് ചെറിയ ഇങ്ങനെ എന്താ പറയുക തളിർത്ത് വരൂല്ലേ, അത് വരാണ്ടിരിക്കാൻ ഒരു മോയ്സ്ചറൈസറും കൂടി പരട്ടിയാൽ മതി, സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ കേട്ടോ. എല്ലാ സ്കിന്നിനും പരട്ടാം, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് വാക്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ വെറുതെ കാശ് മുടക്കി പാർലറിലൊന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാം. ബൈ.